മീറ്റർ ഇടാത്ത ഓട്ടോറിക്ഷയിൽ ഇനി മുതൽ യാത്ര ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. കാരണം പ്രവർത്തനമില്ലാത്ത മീറ്ററുമായി ഓടിയാൽ യാത്രക്കാർ ഇനി മുതൽ പൈസ നൽകേണ്ടതില്ല. പോലീസ് പിടിച്ചാൽ പിടിയോടും എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. എനിക്കൊരു ഐഡിയ. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? തീരുമാനത്തിൽ ഓട്ടോ ഡ്രൈവർമാർ അല്പം പ്രതിഷേധത്തിലാണ്. സ്വാഭാവികമായും കടലിൽ കിടന്ന കോണാനെടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. പൊതുജനങ്ങളാണെങ്കിൽ വലിയ സന്തോഷത്തിലുമാണ്. എന്താണ് സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ? ഓട്ടോറിക്ഷക്കാരുടെയും പൊതുജനങ്ങളുടെയും പ്രതികരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ ഒരു അവസ്ഥ. ഓട്ടോ ഡ്രൈവർമാർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മീറ്റർ ഇല്ലാത്ത ഓടുന്ന ഒരു ഓട്ടോക്കാർക്കും യാത്രാ നിരക്ക് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. വല്ലവന്റെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. അതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഓട്ടോ തൊഴിലാളികൾ. അവരുടെ പ്രതികരണങ്ങൾ നോക്കാം. അതെങ്ങനെ ശരിയാണോ? ശരിയാവോ? ഞാൻ തെറ്റാണോ? വീട്ടില്ലാത്തവർക്ക് ഓടേണ്ട പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? കൂലി കൊടുക്കാണ്ട വണ്ടി ഞങ്ങൾ കൊണ്ടുപോയല്ല. വൃത്തികെട്ടവൻ. നമ്മൾ ജോലി ചെയ്ത കാശ് കിട്ടിയ പിന്നെ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. നമ്മൾ എന്ത് പ്രതിഷേധം ചെയ്യാനാണ്? ഇവിടെ പ്രതിഷേധം ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. അമ്മ വീട്ടിട്ടല്ലേ വണ്ടി ഓടിക്കണത്. അപ്പൊ അതിനനുസരിച്ചുള്ള കൂലി ഞങ്ങൾക്ക് തന്നെ നമ്മളെ തീരുമാനത്തിനാണ് ഞങ്ങൾ പോണത്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? അവരുടെ ഇതനുസരിച്ച് നമ്മൾ മീറ്റർ ഇട്ട് ഓടുന്നത് ലീഗൽ സൈഡാണത്, ചെയ്യേണ്ടതാണ്. നമ്മൾ ബാക്കിയുള്ള തർക്കങ്ങൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ അതൊരു മീറ്റർ ഇട്ടില്ലെന്നുള്ള പൈസ അല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതുകൊണ്ട് പോയിക്കോ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മിക്ക ഓട്ടോകളിലും മീറ്റർ ഉണ്ട്. എന്നാൽ യാത്ര ആരംഭിക്കുമ്പോൾ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി. ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താമ്മ. എന്തായാലും പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളും കൂടി നോക്കാം. അതാണ് ബെറ്റർ. കാരണം നമുക്ക് ആ ഒരു പേയ്മെന്റ് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മീൻസ് മീറ്റർ ഇട്ട് ഓടുന്നതായിരിക്കും ബെറ്റർ. സാർ, ഇവനെ സ്ഥിരമായിട്ട് ഇവിടെ ഇടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഓട്ടോക്കാരെല്ലാം തോനെ പൈസ മക്കളെ വാങ്ങിക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണം. ഒരുപാട് പൈസയാണ് വാങ്ങിക്കുന്നത്. മീറ്റർ വേണമല്ലോ. മീറ്റർ വെച്ച് അവര് അതിന് കാണിക്കുന്ന കണക്കനുസരിച്ച് പൈസ കൊടുക്കണം. അതാണ് നല്ല കാര്യം. അവന്റെ 16 അടിയിൽ തന്നെ നടന്നു ഞാൻ. അതിനുള്ള ഏർപ്പാടുണ്ടാക്കിട്ടേ ഇനി വീട്ടിലേക്കുള്ളൂ. അതല്ലേ നല്ലത്. മീറ്ററിന് റേറ്റ് അല്ല മിക്കവാറും മേടിക്കാറ് ഇവിടെ. സാർ, നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ മലയാളി.